നാട്ടിലെല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു ഒത്തുകൂടൽ പതിവുള്ളതാണ് അച്ഛൻ്റെ തറവാട്ടിൽ. അത് മെയിനായിട്ടും അച്ഛൻ്റെ മൂന്നാമത്തെ അനിയനായിട്ടുള്ള ബാവുമാമയുടെ വീട്ടിൽ തന്നെയായിരിക്കും. പണ്ട് തറവാട്ടിൽ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെ 4 അനിയന്മാർ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ, അച്ഛമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു ഘട്ടെത്തിയപ്പോൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും മാറി താമസിക്കാൻ തുടങ്ങി. തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ ബാക്കി അനിയന്മാരെല്ലാം വീട് വെച്ചത്. അച്ഛൻ മാത്രം കുറച്ച് ദൂരേക്ക് വന്നു. എന്നാലും വർഷത്തിൽ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിൽ നമ്മളിങ്ങനെ ഒത്തുകൂടും. എല്ലാവരും ഹാപ്പി ആയിട്ട് സ്വയം മറന്ന് എൻജോയ് ചെയ്യുന്ന ഒരു ദിവസം. അന്നത്തെ ആ ചെറിയ കുട്ടികളൊക്കെ ഇന്ന് വളർന്ന് ജോലിക്കാരായി, വേറെ വേറെ സ്ഥലങ്ങളിലായി. അപ്പോൾ എല്ലാവരും കൂട്ടിപ്പിടിച്ച് ഇതുപോലുള്ള ഒരു പരിപാടി ഒപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടമുള്ള പരിപാടിയാണ്. ഇന്നത്തെ ദിവസവും പലരും മിസ്സിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ 3-4 ദിവസത്തെ സന്തോഷ പ്രകടനം എൻ്റെ ശബ്ദത്തിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വന്നാൽ ഫുഡിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. നേരെ ബാവുമാമൻ്റെ അടുത്തെത്തും. ബാവുമാമ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു പാചകക്കാരനാണ്. തനിമ കാറ്ററിംഗ് സർവീസ് എന്ന് പറയുന്ന ഒരു കാറ്ററിംഗ് സർവീസ് നടത്തുന്നുണ്ട് പുള്ളി. അതുകൊണ്ട് ബാവുമാമ രാവിലെ തന്നെ വിളിച്ചു ചോദിച്ചു എന്താ കഴിക്കാൻ ഉണ്ടാക്കണ്ടേന്ന്. വേറെ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ബിരിയാണി